Hi all, നമുക്ക് നോക്കാം what is the reason for the success of Tata Motors. 2019 വെറും 3% മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനി, ആ സമയത്ത് ടോട്ടൽ ഡെപ്റ്റ് 1 crore ഉള്ള കമ്പനി, ഇപ്പോൾ വരെ മാർക്കറ്റ് ഷെയർ എത്ര അറിയോ? 15%. ഓക്കെ, ആൻഡ് ദാറ്റ് EV 72%. സോ വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ഞാൻ പറയും വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ടാറ്റ മോട്ടോഴ്സ് എല്ലാം ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പകരം അവർ പലതും അവരുടേതായ പല സബ്സിഡറീസിനെ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ ചാർജിങ് പോയിന്റ് ആര് നോക്കി? ടാറ്റ പവർ നോക്കി. ബാറ്ററി ആരെ നോക്കി? ടാറ്റ കെമിക്കൽസ് നോക്കി. പിന്നെ സോഫ്റ്റ്വെയർ ആക്കി TCS നോക്കി. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താ പറയുക, അവർക്ക് ഫാസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല, ദാറ്റ് വളരെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതോടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേ ഹൈ. സെക്കൻഡ് തിങ് പറഞ്ഞാൽ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. കാര്യം എന്താ വെച്ചാൽ ബാക്കി എല്ലാ കമ്പനികളും പേടിക്കും വാട്ട് ഈസ് ദ EV ഫ്യൂച്ചർ ഉണ്ടോ നോക്കുന്നതിന് പകരം അദ്ദേഹം ആ റിസ്ക് എടുത്തു, അതിനുള്ള റിട്ടേൺസ് ആർക്ക് കിട്ടി? ടാറ്റ മോട്ടോഴ്സിന് കിട്ടി. ആൻഡ് തേർഡ് തിങ് ഈസ് ദ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്തു? ടാറ്റ മോട്ടോഴ്സിൻ്റെ ആക്ച്വലി സേഫ്റ്റി റെക്കോർഡ്സിൻ്റെ പല ആക്സിഡൻറ്റ് കേസും അവർ പലപ്പോഴും പോസ്റ്റ് ചെയ്തു. ഈ കണ്ടന്റ് എല്ലാം പബ്ലിക്കിന് ഇഷ്ടമായെന്ന് മാത്രമല്ല, ഇത് ഇൻഡയറക്ട്ലി ഒബിയസ്ലി ടാറ്റ മോട്ടോഴ്സിന് എന്ത് കിട്ടി? ഒരു ബൂസ്റ്റും കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇറ്റ്സ് നോട്ട് ഓൾവേസ് മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ, ഈസ് ഓൾവേസ് മേക്കിംഗ് ദ ഡിസിഷൻസ് റൈറ്റ്. അതാണ് നമ്മൾ ടാറ്റ മോട്ടോഴ്സിനെ കണ്ടുപിടിക്കേണ്ടത്. സോ താങ്ക് യു, സ്റ്റേ ട്യൂൺ, സീ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.